ഇതുപോലെ തന്നെയാണ് ഓട്ടോണമിക് ഡിസ്റിഫ്ലക്സിയ എന്ന് പറയുന്ന കണ്ടീഷനും. നമ്മളതിനെക്കുറിച്ചും നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. അതായത് സംഭവം രണ്ടും ഒന്ന് തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയും ഇഞ്ചുറി ഉണ്ടായിരിക്കുന്ന തൊറാസിക് 6-ലാണ്. മനസ്സിലായോ? തൊറാസിക് 6-ൽ ഇഞ്ചുറി ഉണ്ടായി. അതാണ് സിറ്റുവേഷൻ. ഇവിടെ സംഭവം എന്താ? ഇവിടെ പാരാസിമ്പത്തറ്റിക് നെർവിനാണ് പ്രശ്നം. സിമ്പത്തറ്റിക് നെർവിന് പ്രശ്നമില്ല. അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ട ഫണ്ടമെൻ്റലായ കാര്യം. അപ്പോൾ എന്താ ഇവിടെ സംഭവിക്കുന്നത്? ഇവിടെ ബ്ലാഡർ ഫുള്ളായി. അതായത് ന്യൂറോജനിക് ബ്ലാഡർ എന്ന് പറയുന്ന ഒരു കണ്ടീഷനൊക്കെ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് യൂറിൻ മൊത്തം പുറത്ത് കളയാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെയുള്ള പേഷ്യൻറ്റിന് നമ്മൾ കാത്തറ്റർ ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. അതായത് സാക്രത്തിൻ്റെ അവിടെയൊക്കെ ഇഞ്ചുറി ഉണ്ടാകുമ്പോഴാണ് സെക്ഷുവൽ ഡിസ്ഫങ്ഷനും ന്യൂറോജനിക് ബ്ലാഡർ എന്നൊക്കെ പറയുന്ന സിറ്റുവേഷനുകൾ ഉണ്ടാകുന്നത്. അപ്പം ഇവിടെ എന്താ നമ്മൾ ചെയ്യുന്നത്? ഇപ്പം ഇങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടായി, അല്ലെങ്കിൽ കാത്തറ്റർ ഇട്ടു, കാത്തറ്റർ ബ്ലോക്കായി, എന്ന് വെച്ചാൽ ട്വിസ്റ്റായി. അപ്പം എന്താണെന്ന് വെച്ചാൽ ബ്ലാഡറിനകത്ത് യൂറിൻ കെട്ടിക്കിടക്കുക. അപ്പം യൂറിൻ ബ്ലാഡറിൻ്റെ അകത്തെല്ലാം നെർവ് ഇമ്പൾസസിനെ സ്ട്രെച്ച് ആവുമ്പം പുറത്തേക്ക് നെർവ് ഇമ്പൾസസിനെ ബ്രെയിനിലേക്ക് അയക്കുന്ന നെറ്റ്വർക്കുണ്ട്. മനസ്സിലായോ? അപ്പം യൂറിൻ ഒരു പരിധി കൂടുതൽ നിറഞ്ഞു കഴിയുമ്പം സ്വാഭാവികമായിട്ട് ബ്ലാഡറിൻ്റെ വോളുകൾ സ്ട്രെച്ചായി അതിലേക്ക് ചെന്ന് പ്രഷർ കൊടുക്കും. അപ്പോൾ പ്രഷർ കൊടുക്കുന്നതിനനുസരിച്ച് അവിടെ നിന്ന് ഇമ്പിൾസ് നേരെ മേളിലേക്ക് പോകും. അപ്പം വൂണ്ടിൻ്റെ അവിടെ ചെല്ലുമ്പം സിമ്പത്തറ്റിക് പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പം ആ ഇമ്പിൾസസ് നേരെ മേളിലേക്ക് പോകും. അപ്പം മേളിൽ ചെന്നിട്ട് അവിടെ നിന്ന് അത് ഒരു നോർ എപ്പിനെപ്രിൻ എന്ന് പറയുന്ന കെമിക്കൽസിനെ ബോഡിയിലേക്ക് റിലീസാക്കും ഈ ഇഞ്ചുറിയുടെ അവിടെ ചെല്ലുമ്പം. അപ്പം ആ കെമിക്കൽസ് ൻ്റെ പണി നമുക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. കാരണം BP കൂട്ടാനുള്ളതാണ്. മനസ്സിലായോ? അപ്പം BP കൂട്ടാൻ വേണ്ടിയിട്ട് ഉള്ള ഇമ്പൾസാണ് ഈ നോർ എപ്പിനെപ്രിൻ. അപ്പോൾ അത് ബോഡിയിലേക്ക് റിലീസ് ആകുമ്പം സ്വാഭാവികമായിട്ട് BP കൂടാനുള്ള മെക്കാനിസം ബോഡിയിൽ സ്റ്റാർട്ടാകാൻ തുടങ്ങും. അങ്ങനെ BP കൂടുമ്പം നമ്മുടെ കരോട്ടിഡ് ആർട്ടറിയിലും നമ്മുടെ ഹാർട്ടിലും ബാരോ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു നെർവുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഇമ്പിൾസ് ഉണ്ട്. ഇവരാണ് BPയുടെ കൂട്ടക്കുറച്ചിലുകൾ തലച്ചോറിനെ അറിയിക്കുന്നത്. അപ്പം അവർ തലച്ചോറിലേക്ക് വീണ്ടും സന്തോഷം വിടും. BP ആവശ്യത്തിനായി. അപ്പോൾ ഒരുപാട് കൂടി. അപ്പോൾ തലച്ചോറ് 2 രീതിയിലാണ് നമ്മുടെ ബോഡീനെ കൺട്രോൾ ചെയ്യുന്നത്. ഒന്ന് പാരാസിമ്പത്തറ്റിക് വാഗസ് നെർവ്. അത് തലച്ചോറിൽ നിന്ന് നേരിട്ട് പ്രവർത്തിക്കുന്ന ഹാർട്ടിലേക്കുള്ള നെർവാണ്. അപ്പം ആ പാരാസിമ്പത്തറ്റിക് നെർവ് വഴി വേഗം സന്ദേശം വിടും, ഹാർട്ട് റേറ്റ് കുറയ്ക്കും. മനസ്സിലായോ? BPനെ കുറയ്ക്കാൻ പെട്ടെന്ന് പറ്റത്തില്ല. ഹാർട്ട് റേറ്റിനെയാണ് കുറയ്ക്കാനുള്ള പരിപാടി ഈ വാഗസ് നെർവിനെ കൊണ്ട് ചെയ്യിക്കുന്നത്. പാരാസിമ്പത്തറ്റിക് വാഗസ് നെർവിനെ കൊണ്ട് ചെയ്യിക്കുന്നത്. ഒപ്പം വേറെ അടുത്ത 2 ചാനലുണ്ട്. രണ്ടാമതൊരു സന്ദേശവും കൂടി ബ്രെയിൻ വിടും. കാരണം മുഴുവൻ ബ്ലഡ് വെസൽസിൻ്റെയും ആർട്ടറീനെ കൺട്രാക്റ്റ് ചെയ്യിക്കാൻ. മനസ്സിലായോ? ആ സന്ദേശം എന്ത് പറ്റും? നമ്മൾ പറഞ്ഞല്ലോ, അത് പാരാസിമ്പത്തറ്റിക് നെർവ് വഴിയാണ് ആ സന്ദേശം വരുന്നത്. പാരാസിമ്പത്തറ്റിക്കിന് ഇവിടെ ഇഞ്ചുറിയാണ്. അപ്പം ഈ തൊറാസിക് 6-ൻ്റെ ലെവലിൽ എത്തുമ്പം എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിൽക്കും. മനസ്സിലായോ? അപ്പം തൊറാസിക് 6-ന് മേളിലേക്കുള്ള എല്ലാ പാർട്ടിലും ആർട്ടറികളെല്ലാം ഡയലേറ്റഡ് ആവും. പക്ഷേ തൊറാസിക്കിന് താഴത്തേക്കുള്ളതിൽ ആർട്ടറികളെല്ലാം കൺസ്ട്രക്റ്റ് ചെയ്തിരിക്കും. മനസ്സിലായോ? അപ്പോൾ എന്ത് സംഭവിക്കും? ഹാർട്ട് റേറ്റിനെ കുറയ്ക്കാനുള്ള മെസ്സേജ് പോയി. അപ്പോൾ ഹാർട്ട് റേറ്റ് മെസ്സേജ് കുറയും. പക്ഷേ BP കുറയ്ക്കാനുള്ള മെസ്സേജ് ബോഡി മുഴുവൻ ചെന്നിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഹൈ BP ആയിരിക്കും. മനസ്സിലായോ? ഈ വൂണ്ട് വരെ ചെന്നിട്ടുള്ളൂ. അപ്പോൾ വൂണ്ട് വരെ ചെന്നതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ഭാഗത്തേക്ക് BP കൺട്രോൾഡ് ആയിട്ടുള്ളൂ. പക്ഷേ ബോഡി സിസ്റ്റമിക് സർക്കുലേഷൻ എടുത്ത് നോക്കുമ്പം BP കുറഞ്ഞിട്ടില്ല, ഹൈ BPയാണ്. കാരണം എന്നാ? താഴത്തേക്കുള്ള ബ്ലഡ് വെസൽസ് മുഴുവൻ കൺസ്ട്രക്റ്റഡ് ആയിട്ടിരിക്കുക. അപ്പോൾ ആവശ്യത്തിനുള്ള ബ്ലഡ് ഡയലേറ്റഡ് ആയി പുറത്തേക്ക് ഇറക്കേണ്ട ബ്ലഡിനെ ഇറക്കാൻ പറ്റിയിട്ടില്ല. അപ്പം BP ഹൈ ആയി പോകും. അപ്പോൾ ഇതാണ് ആ മെക്കാനിസത്തിൻ്റെ ഒരു പ്രത്യേകത. അപ്പം ഓട്ടോണമിക് ഡിസ്റിഫ്ലക്സിയയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് കാരണം ഹാർട്ട് റേറ്റ് കുറവും BP കൂടുതലുമാണ്. മനസ്സിലായോ?
പിന്നെ ഇതിനെ നമ്മൾ കുറച്ച് ക്ലിനിക്കൽ സൈൻസ് ആൻഡ് സിംറ്റംസ് ഉണ്ട്. അപ്പോൾ ക്ലിനിക്കൽ സയൻസിൽ സയൻസ് ആൻഡ് സിംറ്റംസിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ബി പിയും ഹാർട്ട് റേറ്റും തമ്മിലുള്ള വേരിയേഷനാണ്. അതായത് ഒരു നല്ല ഹാർട്ട് റേറ്റ് കുറവും ബി പി ഭയങ്കര കൂടുതലുമായിരിക്കും. അതായത് 30-35 എന്നൊക്കെ പറഞ്ഞായിരിക്കും ഹാർട്ട് റേറ്റ്. പക്ഷേ ബി പിയോ 200/100 200/100 എന്നുള്ള ലെവലിലായിരിക്കും. മനസ്സിലായോ? പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും ബി പി കൂടി കിടക്കുന്നതുകൊണ്ട് ബൗണ്ടിങ് ഹെഡേക്ക് ഉണ്ടാവും. ഭയങ്കര പെയിൻ ആയിരിക്കും പേഷ്യൻറ്റിൻ്റെ ഹെഡേക്ക്, നല്ല സിവിയർ ഹെഡേക്ക് ആയിരിക്കും. ഒപ്പം വേറൊരു പ്രത്യേകതയുണ്ട്, ഈ എബവ് ദ ലെവൽ ഓഫ് ഇഞ്ചുറി, അതായത് ഇഞ്ചുറിയുടെ ലെവലിന് മേളിലേക്ക് പാരാസിമ്പത്തറ്റിക് നെർവ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെയൊക്കെ എന്ത് സംഭവിക്കും? അവിടെയൊക്കെ വാസോ കൺസ്ട്രക്ഷൻ ഉണ്ടാവും. വാസോ കൺസ്ട്രക്ഷൻ ഉണ്ടായിട്ട് ഫ്ലഷി സ്കിന്നും, കാരണം ആവശ്യത്തിനുള്ള ബി പി ഇതേ ഉള്ളൂ, ബോഡിയിലേക്ക് വാസോ ഡൈലേഷൻ്റെ ഭാഗമായിട്ട് നന്നായിട്ട് ബ്ലഡൊക്കെ കയറി ചെന്ന് ഫ്ലഷി ആയിട്ട് നിൽക്കും, സ്വെറ്റിങ്ങും ഉണ്ടാവും. മനസ്സിലായി? പക്ഷേ താഴത്തേക്കുള്ള ഭാഗത്ത് എന്ത് പറ്റും? അവിടെ വാസോ കൺസ്ട്രക്ഷൻ ആയതുകൊണ്ട് സാധാരണ ഷോക്ക് സംഭവിക്കുന്ന പോലെ കൺസ്ട്രക്റ്റഡ് ആയിട്ടിരിക്കും. അപ്പോൾ ബ്ലഡ് ആവശ്യത്തിന് ചെല്ലുന്നില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ബ്ലഡ് കൂളായിരിക്കും, സ്കിന്നൊക്കെ പെയിലായിരിക്കും. കാരണം കൺസ്ട്രക്റ്റ് ചെയ്ത് ബ്ലഡിൻ്റെ ആവശ്യത്തിന് ഇങ്ങനെ കൺസ്ട്രക്റ്റഡ് ആയിട്ട് ആർട്ടറി നിൽക്കുക. അപ്പോൾ പെയിലാവും, ബ്ലഡിൻ്റെ മയം കുറഞ്ഞതുകൊണ്ട് പെയിലാവും. പിന്നെ പൈലോ ഇറക്ഷൻ എന്ന് പറയുന്ന ഗൂസ് ബംസ് എന്ന് പറയുന്ന രോമാഞ്ചമൊക്കെ ഉണ്ടാകുന്ന രീതിയിൽ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കും താഴത്തേക്കുള്ള ഭാഗങ്ങളിലെല്ലാം. പിന്നെ ഇങ്ങനെയുള്ള പേഷ്യൻറ്റ് നമ്മൾ കൊടുക്കുന്ന ചെക്കിങ് ചെയ്യുന്ന അസസ് ദ ബ്ലാഡർ ഫോർ ദ യൂറിനറി റിട്ടൻഷൻ. യൂറിനുള്ളിൽ പെട്ടെന്ന് നമ്മൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ബ്ലാഡർ ചെക്ക് ചെയ്യുക വേണ്ടത്. മനസ്സിലായി? ബ്ലാഡറിനകത്ത് റിട്ടൻഷൻ ഉണ്ടോ, ബ്ലാഡർ വീർത്താണോ ഇരിക്കുന്നത്, അവിടെ പെയിൻ ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. പിന്നെ കാത്തറ്റർ ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ കാത്തറ്റർ ഇട്ട് പുറത്തെടുക്കണം. ഇനി കാത്തറ്റർ ഇട്ടിട്ടുണ്ടെങ്കിൽ കാത്തറ്ററിന് വല്ല കിങ്കിങ്ങോ ട്വിസ്റ്റിങ്ങോ വല്ലതും സംഭവിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം. പിന്നെ ഇത്രയും ഹൈപ്പർ ടെൻഷൻ ആയതുകൊണ്ട് പേഷ്യൻറ്റ് സീരിയസ് കണ്ടീഷൻ ഉണ്ടാക്കാവുന്നതുകൊണ്ട് ഹൈപ്പർ ടെൻഷന് വേണ്ടിയിട്ട് മെഡിക്കേഷൻ നമ്മൾ കൊടുക്കണം. പിന്നെ പിന്നെ പേഷ്യൻറ്റിനെ അപ്രൈറ്റ് പൊസിഷനിൽ ഇരുത്തണം. ലൂസൺ ദ ക്ലോത്തൊക്കെ ലൂസാക്കി കൊടുക്കണം. മോണിറ്റർ ബി പി കണ്ടിന്യൂസ്ലി. പിന്നെ പേഷ്യൻറ്റിന് ഈ സിറ്റുവേഷൻ ബ്ലാഡറിൻ്റെ ഫങ്ഷൻ കൊണ്ട് മാത്രമല്ല കോൺസ്റ്റിപ്പേഷൻ കൊണ്ടും ഉണ്ടാകും. ബൗൾ ഫങ്ഷനിലെ ഡിസോർഡർ കൊണ്ടും ഈ പേഷ്യൻറ്റിന് ഈ സിറ്റുവേഷൻ ഉണ്ടാകും. പിന്നെ വേറൊരു കാര്യം പറയുന്നുണ്ട്, അത് വ്രിങ്കിൾസ് ഒക്കെ ഉള്ള ബെഡ് ഈ തൊറാസിക് സിക്സ് ഇഞ്ചുറി ഉള്ള പേഷ്യൻറ്റിനെ കിടത്തിയാലും ഇങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെയാണ് ഓട്ടോണമിക് ഡിസ്ട്രിപ്സിയയുടെ സംഭവം, അതിൻ്റെ മാനേജ്മെൻറ്റും. ഓക്കെ, താങ്ക് യു.